ധന്യ, CPM കോടതിയിൽ നിന്ന് എന്തോ കിട്ടിയെന്ന് കേട്ടല്ലോ. അതായത് ഈ ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്താൻ പോയവർക്കാണ് ഈ പണി കിട്ടിയത്. ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തുന്ന അത്ര മോശം പിടിച്ച പരിപാടിയാണോ? അല്ലെ, കോടതി പലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തുന്നതിനെ അതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞത് നിങ്ങൾ അവിടെ നടത്തണ്ട എന്നല്ല. കോടതി പറഞ്ഞത് ആദ്യം സ്വന്തം രാജ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്ക്, എന്നിട്ട് മൈലുകൾക്കപ്പുറമുള്ള രാജ്യത്തെ സ്നേഹിക്കാം, രക്ഷിക്കാം. അത് ഇവിടത്തെ കാര്യം നോക്ക്. ഇവിടെ പാവങ്ങൾ പട്ടിണി കിടന്നും ജീവിക്കാൻ വകയില്ലാതെയും കടം കയറിയും ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലാതെയും ജപ്തി നേരിട്ടും ഒക്കെ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എന്നിട്ട് മതി നമുക്ക് ഗാസയിലും പലസ്തീനിലും ഒക്കെ പോകും. ഇത് മുംബൈ കോടതിയാണ് ഇത്തരത്തിൽ കർശനമായ നിലപാടെടുത്തത്. മുംബൈ കോടതിയിൽ ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗൊഗോയ്, ഗൗതം അൻബ് എന്നിവരാണ് CPI സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞത്, ആദ്യം കേരളത്തെയും നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്ക്, എന്നിട്ട് നമുക്ക് ഗാസയെ സ്നേഹിക്കാം. ഇവര് ഈ ഓൾ ഇന്ത്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ ഇവരാണ് കോടതിയെ സമീപിച്ചത്. കോടതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു CPMന്റെ പോഷക സംഘടന പോലത്തെ ഒരു സാധനമാണ്. അപ്പോ ഇത് കേരളത്തിൽ മാത്രം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അവശേഷിക്കും ഉണ്ട്. ഇവര് കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞത് പ്രതിഷേധം നടത്താൻ മുംബൈ അതായത് ഗാസയിൽ വംശഹത്യ നടക്കുകയാണ്, ഞങ്ങൾക്കിത് കണ്ട് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി ഗാസയിലെ ഈ വംശഹത്യ ഞങ്ങളിങ്ങനെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗാസയ്ക്ക് വേണ്ടി. ഇപ്പോ മൈലുകൾക്കപ്പുറമുള്ള ഗാസയ്ക്ക് വേണ്ടി ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലിരുന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അതിന് ഞങ്ങൾ പ്രതിഷേധം ഞങ്ങൾക്ക് സംഘടിപ്പിക്കണം. അപ്പൊ അതിന് പോലീസിന്റെ അടുത്ത് പോയി ചോദിച്ചു. പോലീസ് വീട്ടിൽ പോയില്ലേടാ, നിനക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേടാ എന്ന് പറഞ്ഞിട്ട് പോലീസ് അനുമതി കൊടുത്തില്ല. എന്നാ പിന്നെ നീയൊക്കെ അനുമതി തരടാ, ഞങ്ങൾ കോടതിയിൽ നിന്ന് വാങ്ങിച്ചോളാന്നും പറഞ്ഞ് കോടതിയിലോട്ട് പോയപ്പോൾ കോടതി പറഞ്ഞു, ആദ്യം കേരളത്തെ സ്നേഹിക്കുന്നുണ്ടോ, ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടോ, ആദ്യം ഇവരെയൊക്കെ ഒന്ന് സ്നേഹിച്ച് കാണിക്ക്, എന്നിട്ട് നമുക്ക് അങ്ങ് മൈലുകൾക്കപ്പുറമുള്ള ഗാസയെ സ്നേഹിക്കാം. ഇതാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല ഹർജി പരിഗണിച്ച കോടതി ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് CPMനോട് പറയുന്നത്. അപ്പൊ CPMന്റെ ആവശ്യം കോടതി വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ ഇറങ്ങി എന്നുള്ളതാണ്. കോടതിയുടെ ആ പരാമർശത്തിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമാണ്. കാര്യം ഈ ഗാസയിലുള്ള ആൾക്കാർ ഏറിയ പങ്കും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ വോട്ട് തട്ടുക അല്ലെങ്കിൽ അവരുടെ വോട്ട് എന്ന് പറയുന്നത് വലിയ നിർണായക സംഗതിയാണ്. ഈ ജൂതന്മാർക്ക് പണ്ട് കുറച്ച് പേർ ഈ കൊച്ചിയിൽ എവിടെയോ താമസിച്ച് അവരൊക്കെ ഇപ്പോൾ ഏറിയ പങ്കും തിരിച്ചു പോയി. അപ്പോൾ അവർക്ക് ഇവിടെ വലിയ വോട്ടൊന്നും ഇല്ല. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ വോട്ടുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാലങ്ങളായിട്ട് കിട്ടുന്നു. അപ്പോൾ അവരെ സംരക്ഷിക്കണം. അപ്പോൾ അവരുടെ ഒരു വികാരത്തെ ഞങ്ങൾ മാനിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രതിഷേധിച്ചേ പറ്റൂ. അല്ല, CPMനെ കുറ്റം പറയാനൊക്കില്ല. അങ്ങനെ കോടതി തള്ളിയത് കൊണ്ട് പുതിയ വാദം വരും. ജഡ്ജി സംഖ്യയാണ്. ആ 2 ജഡ്ജിമാര് സംഖ്യകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ അവര് ഹർജി തള്ളിയത്, ഞങ്ങളുടെ ഹർജി അവർ സ്വീകരിക്കാത്തത്, ഗാസയ്ക്ക് വേണ്ടി അവർ നിൽക്കാത്തതൊക്കെ അവർ സംഖ്യമാരാണ്. വേണമെങ്കിൽ നരേന്ദ്രമോദി അവർക്ക് കത്തുന്നു കൊടുത്താണ് അവന്മാരെ ഹർജി തള്ളിക്കളയാൻ. ജഡ്ജിയുടെ കയ്യെ ചരടുവല്ലോ ഉണ്ടായിരുന്നു, കാണാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇവരുണ്ടാക്കും. ഈ മോർഫൊക്കെ ചെയ്യാൻ ഇവരെ ഭയങ്കര മിടുക്കരാണ്, അതുകൊണ്ട് ഇവർ ഉണ്ടാക്കുക. എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, കോടതിക്ക് വരെ വിവരം വെച്ചിട്ട്, കോടതിക്ക് ഓൾറെഡി വിവരമുണ്ട് എങ്കിലും കോടതി വരെ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ ഇവന്മാർ ഈ കാണിക്കുന്ന തോന്നിവാസം എത്ര മോശമാണ് എന്നുള്ളത് സ്വയം എങ്കിലും ഒന്ന് തിരിച്ചറിയണ്ടേ. ഇവിടെ കിട്ടുന്ന 4 വോട്ടിന് വേണ്ടി അങ്ങ് ഗാസയിൽ എന്താണ് നടക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു CPMകാരനും അറിയില്ല. എന്താണ് ഗാസയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്, ഇറാനിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, ഇസ്രായേലിൽ എന്താണ് നടക്കുന്നത്. ഇവിടെ ഇരുന്ന് ഇസ്രായേലിന് അനുകൂല മാധ്യമങ്ങൾ, ഇറാൻ അനുകൂല മാധ്യമങ്ങൾ പറയുന്നത് മാത്രമേ ഇവന്മാർ കേട്ടിട്ടുള്ളൂ. അതിന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഗാസയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഇപ്പൊ ഗാസയിൽ ആഹാരം കിട്ടാതെയും വെള്ളം കിട്ടാതെയും ഒരുപാട് ആളുകൾ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവന്മാരെല്ലാരും കൂടെ ചേർന്ന് ഗാസയിലേക്ക് കുറച്ച് അരിയും സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും അയച്ചു കൊടുക്കാത്ത എന്താ? അവരവിടെ വംശഹത്യ നേരിടുകയല്ലേ, അവരവിടെ പീഡനം സഹിക്കുകയല്ലേ. ഇസ്രായേൽ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നല്ലേ പറയുന്നത്. ഈ കോടതിയിലൊക്കെ പോയി ഇവിടെ പ്രതിഷേധം നടത്തിയിട്ട് ഇവിടെ കൊടി കുത്തിയിട്ട് അവിടെ എന്ത് നേടാനാണ് ഇരിക്കുന്നത്?
അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇന്ത്യൻ സർക്കാരിനോട് പറഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ച് കിറ്റുകള് ചിലപ്പോ നാളത്തെ പൊതിച്ചോറ് കെട്ടല് അങ്ങോട്ടായി. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കെട്ടല് ഗാസയിലേക്കായിരിക്കും. ശരിയാ. കാരണം ആരോഗ്യ മേഖല വലിയ തകർച്ചയിലെന്ന് പറഞ്ഞപ്പോഴും ചിന്തോ ജെറോം പറഞ്ഞല്ലോ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന്. കാരണം ഈ ഹാർട്ടിനൊക്കെ അസുഖമായിട്ട് പോണവർക്ക് പൊതിച്ചോറ് കൊടുത്താൽ മതി, മറ്റേ ആ ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്മാരെ ഈ എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം ഇത്രേ ഉള്ളൂ, വോട്ടാണ്. അതായത് ഒരു മുസ്ലിം മൈനോറിറ്റി ഇപ്പോ ഒരു പരിധി വരെ BJP വിരുദ്ധത പറഞ്ഞു നോക്കി, പക്ഷെ അതങ്ങ് ഏൽക്കുന്നില്ല. അപ്പോൾ പിന്നെ കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞു നോക്കി, അതും ഏൽക്കുന്നില്ല. കാര്യം ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും ഇവർ പറയുന്നത് കേട്ട് വാലാട്ടി നിൽക്കുന്ന കൂട്ടരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ, അതായത് അന്ധമായി ഇത്തരം കാര്യങ്ങളിൽ പെട്ട് അന്ധമായി വിശ്വസിച്ച് ഇത്തരം പ്രചാരവേലകളിൽ പെട്ടുപോകുന്നവരെ ആട്ടും പറ്റക്കണക്ക് മേയിച്ചുകൊണ്ട് പോവുക, ആ ഒരു ഉദ്യമം, അതിന് പറ്റിയ പാർട്ടികൾ കുറേ എണ്ണം നമ്മുടെ ഉണ്ട്. ഇപ്പോൾ SDPI, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ മറ്റൊരു വെർഷനായിട്ട് CPM മാറുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. കാര്യം ഗസയിൽ എന്താണ് സംഭവിക്കുന്നത്, പലസ്തീൻ എന്താണ് സംഗതി എന്ന് കൃത്യമായി ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ സത്യമായിട്ട് അവിടെ ഒരു മാനുഷിക പ്രശ്നമുണ്ട്, അവിടെ കുട്ടികൾ മരിക്കുന്നുണ്ട്, സ്ത്രീകൾ അവിടെ വിധവകളാകപ്പെടുന്നുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ എന്താണ് അവിടെ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ ഇസ്രയേലിലുള്ള ആളുകളും കൊല്ലപ്പെടുന്നുണ്ട്. അവിടെയും ഇത്തരത്തിൽ ഇസ്രയേലിക്കാർക്ക് വേണ്ടിയിട്ട് ചോരയൊഴുക്കാൻ, കണ്ണീരൊഴുക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സംസാരിക്കാനോ ആളില്ലല്ലോ. അത് വോട്ട് ബാങ്ക് അല്ലല്ലോ. വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടല്ലേ ഇവരിവിടെ ഞാൻ ആലോചിക്കുന്നത്, ഈ കേരളത്തിൽ ഹമാസിന് വേണ്ടി കിടന്ന് വലിയ ബഹളം വയ്ക്കുന്നവരുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് കേരളത്തില്. പക്ഷേ പിന്നീടുള്ള ഉപരിപഠനം സാധ്യമാകാതെ പലപ്പോഴും ജീവിതം വഴിമുട്ടി പോകുന്ന കുട്ടികളുണ്ട്. ഈ ഭർത്താക്കന്മാര് മരിച്ചതിന് ശേഷം ഭാര്യമാര് ചെറിയ ചെറ്റക്കുടിലൊക്കെ കിടന്ന് മക്കളെ ഈ വീട്ടുജോലിക്കൊക്കെ പോയി വളർത്തുന്നവരുണ്ട്. അതുപോലെ ഈ മഴ പെയ്യുമ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങളുണ്ട്. ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ മാത്രം വച്ച് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. വിധവാ പെൻഷൻ മാത്രം വെച്ച് ജീവിക്കുന്ന നിരവധി. ഇവരുടെയൊക്കെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെ താഴ്ന്നതാണ്. ഇവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് തന്നെ. ഇവരുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ, ഏതെങ്കിലും റോഡിലെ കുഴികൾ, ഒരു 5 കുഴികൾ അടച്ചവന്മാർ പ്രതിഷേധിക്കാത്തത്, ഒരു 5 കുഴികൾ അടയ്ക്കാത്തത് റോഡിൽ കിടക്കുന്നേ. അല്ല, അത് ഇപ്പൊ ഉടനെ അടയ്ക്കില്ല. കാര്യം ഓണക്കാലം വരും, മാവേലിക്ക് വേഗം വരണം. അല്ല, ഇനിയിപ്പോ ഗോവിന്ദസ്വാമിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധവുമായിട്ട് ഓമാർ രംഗത്തെത്തുവോ? അല്ല, അത് CPM-ന്റെ ആയതുകൊണ്ട് ചിലപ്പോൾ സാധ്യതയില്ല. UDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ചിലപ്പോൾ ഗോവിന്ദസ്വാമിയെ രക്ഷിക്കണം, ഗോവിന്ദസ്വാമി ജയിലിലിട്ട് ആഹാരം കൊടുക്കാതെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, വിശുദ്ധനായ ഗോവിന്ദസ്വാമിക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ രംഗത്തിറങ്ങിയത്. അതല്ല, അത് ആ ഒരു വാദം തേഞ്ഞൊട്ടി കേട്ടോ സോഷ്യൽ മീഡിയയിൽ. കാരണം ഈ ഗോവിന്ദസ്വാമി സുന്ദരനും സുമുഖനുമായിട്ട് തടിച്ചുരുണ്ട ഒരു ചിത്രമാണല്ലോ നേരത്തെ മാധ്യമങ്ങളിൽ വന്നത്. അപ്പോൾ ഇപ്പൊ കാണുന്നത് മെലിഞ്ഞുണങ്ങി നിൽക്കുക, കാണ ജയിലുകളിൽ സുഖജീവിതമാണെന്ന് പറഞ്ഞവന്മാരൊക്കെ ഇപ്പൊ എവിടെയെന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ഈ ചങ്ങാതി അവിടെ പട്ടിണി കിടന്ന് ജയിൽ ചാടാനുള്ള പദ്ധതി തയ്യാറാക്കണം ഈ പൊട്ടന്മാർ അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ് ന്യായീകരണം തുടങ്ങി. അതുപോയിട്ട് പട്ടിണി കിടക്കുക മാത്രമല്ല, ചിക്കനും ചപ്പാത്തിയിലും പ്രോട്ടീൻ ഉണ്ടെന്ന്, അതുകൊണ്ടാണ് അത് 2 കഴിക്കുള്ളൂ എന്ന് ആലോചിച്ച് നോക്ക്. ചോറ് വേണ്ട, ചോറ് നഹി, ചോറ് എനിക്ക് വേണ്ട നഹി. എന്നിട്ട് ഗോവിന്ദസ്വാമി പറയണ കെ ജയിലല്ലേ, കണ്ണൂർ ജയിലും K ജയിലും. അതുകൊണ്ട് എന്തായാലും CPM-നെ വലിച്ചു കീറി ഒട്ടിച്ച് കോടതി വിട്ടിട്ടുണ്ട്. മുംബൈ കോടതി പറഞ്ഞ് മേല ഈ അലസകുലസ് കേസുമായിട്ട് ഈ പരിസരത്ത് കണ്ട നിന്നെയൊക്കെ തൂക്കി ഞങ്ങൾ അകത്തിടുമെന്ന്. പിന്നെ ആ വഴിക്ക് ഉമ്മാരെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്.